لله نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نجعل له عينين ولسانا وشفتين ആദരണീയരായ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളുടെ ഓരോരുത്തരോടും പ്രതീക്ഷിക്കുന്നു വസിയത്ത്. ഒരു ഗ്രാമത്തിലുള്ള പരിചയക്കാരായ രണ്ട് കർഷകർ, അയൽവാസികളോ മറ്റേതെങ്കിലും രൂപത്തിൽ പരിചയമുള്ള രണ്ട് കർഷകരാണ്. ആ രണ്ട് കർഷകർ നന്നായി കൃഷി ചെയ്യുന്നവരാണ്. ഒരു കൊല്ലം വേണ്ടത്ര മഴ കിട്ടാത്ത സമയത്ത് കൃഷിക്ക് നനയ്ക്കാൻ ആവശ്യമായ ജലലഭ്യത ഇല്ലാത്തത് കൊണ്ട് അതിൽ ഒരാൾ കൃഷി ഇറക്കണ്ട എന്ന് വിചാരിച്ചു. ഈ വർഷം കൃഷി ചെയ്യണ്ട, കാരണം വെള്ളമില്ല. എന്നാൽ രണ്ടാമത്തെ ആള് അയാൾ ചിന്തിച്ചത്, എനിക്ക് ഭൂമി അല്ലാഹു നൽകിയിരിക്കുന്നു, കൃഷിഭൂമി നൽകിയിരിക്കുന്നു. ഈ ലോകത്ത് ധാരാളം ആളുകളുണ്ട് കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർ, പക്ഷെ അവർക്ക് ഭൂമി നൽകിയിട്ടില്ല. അവർക്ക് ഭൂമി ഇല്ലാത്തതിൻ്റെ പേരിൽ കൃഷി ചെയ്യാത്ത അനേകം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കൃഷിഭൂമി നൽകിയത് കൊണ്ട് ഞാൻ കൃഷി ചെയ്യാൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല, വെള്ളം ഉള്ള സ്ഥലത്ത് നിന്ന് അതെത്തിക്കാൻ ആവശ്യമായ അധ്വാനിക്കാനുള്ള ശക്തിയും ആരോഗ്യവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളമുള്ള സ്ഥലത്ത് പോയി അത് എത്തിക്കണം എന്ന് അയാൾ തീരുമാനിച്ചു. അങ്ങനെ ആ മനുഷ്യൻ വളരെയധികം അധ്വാനിച്ച് കഠിനമായി പരിശ്രമിച്ച് അയാളുടെ തോട്ടത്തിൽ വെള്ളമെത്തിച്ച് കൃഷി ചെയ്തു. ധാരാളം വിഭവമുണ്ട്. ആളുകൾ ചോദിച്ചു, എന്താണ് നിങ്ങളെ ഇതിന് നയിച്ച കാര്യമുണ്ട്? അയാൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പല ആളുകൾക്കും പലതും നൽകിയിട്ടുണ്ട്. ചിലർക്ക് ഭൂമി നൽകിയിട്ടുണ്ട്, ചിലർക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്. എല്ലാം ലഭിച്ചവർ ഈ ഭൂമിയിൽ ആരുമില്ല. എനിക്ക് കൃഷിസ്ഥലമുണ്ട്, അല്ലാഹു എനിക്ക് ആരോഗ്യവും നൽകിയിട്ടുണ്ട്. അത് രണ്ടും ഉപയോഗിച്ച് കൃഷി ചെയ്യുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. മറ്റേ ആൾ അങ്ങനെ ആയിരുന്നില്ല. അയാൾ ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ചാണ് അയാൾ ഒരു കൊല്ലം നഷ്ടപ്പെടുത്തിയത്. അയാൾക്കും ഈ പറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. ഭൂമിയുണ്ട്, ആരോഗ്യമുണ്ട്, അധ്വാനിക്കാൻ പറ്റുന്ന ശാരീരിക അവസ്ഥയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അയാൾ വിചാരിച്ചത് ഇല്ലാത്തതെന്താ? ഇല്ലാത്തത് വെള്ളമാണ്. വെള്ളം വേണ്ടത്ര ഇല്ല. ആ ഇല്ലാത്തതിനെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരാണ് വലിയൊരു ശതമാനം ആളുകൾ.
അവർക്ക് ഈ ഭൂമിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല. ജീവിതത്തിൽ ഒരു പുരോഗതിയും അവർക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. പലപ്പോഴും മനുഷ്യര് അവനവനില്ലാത്തത് തേടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. സമ്പത്തില്ലാത്തവൻ അവനുള്ള മറ്റ് ഒരുപാട് സാധ്യതകളുണ്ട്, അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നേ ഇല്ല. അവന്റെ ആരോഗ്യത്തെക്കുറിച്ചോ അവന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അവനുള്ള മറ്റു സൗകര്യങ്ങളെ കുറിച്ചോ ചിന്തിക്കാതെ ഇല്ലാത്ത സമ്പത്ത് മാത്രമാണ് അവന്റെ പ്രശ്നം. സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ജീവിക്കുമായിരുന്നു, അങ്ങനെ ജീവിക്കുമായിരുന്നു, സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാം ചെയ്യുമായിരുന്നു എന്ന് അയാൾ വിചാരിക്കാം. ഇങ്ങനെ പലതും ഇല്ലാത്ത, ജീവിതത്തിൽ ഇല്ലാത്ത പലതിനെ കുറിച്ചും ചിന്തിച്ച് അവരത് നേടാനുള്ള, തേടിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. നമുക്കതൊക്കെ തേടിപ്പിടിക്കണം, ഇല്ലാത്തത് നേടണം, യാതൊരു സംശയവുമില്ല. സമ്പത്തില്ലാത്തവൻ സമ്പത്ത് അധ്വാനിച്ചുണ്ടാക്കണം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള സൗകര്യം ഈ ഭൂമിയിൽ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസമില്ലാത്തവൻ അത് നേടാൻ ശ്രമിക്കണം, നല്ല ജോലി കിട്ടാത്തവൻ അതിനുവേണ്ടി പരിശ്രമിക്കണം, അതൊക്കെ വേണം. പക്ഷേ ഉള്ളതെന്താണ് എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഓരോരുത്തരും അവനവന് എന്തുണ്ട് എന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് വേണം ഇല്ലാത്തത് എന്താണ് എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ. ഉള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ലാത്തവനാണ്, ഞാൻ പരമദരിദ്രനാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നൊരു ചിന്തയിലേക്ക് അവൻ മാറി ഈ ലോകത്ത് അവനാവശ്യമായ യാതൊരു കാര്യവും ചെയ്യാൻ കഴിയാതെ ഒരു പുരോഗതിയും ജീവിതത്തിൽ ഇല്ലാത്ത രീതിയിൽ അവൻ ഒന്നിനും കഴിയാത്തവനായി മാറിപ്പോകും എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഏത് സമയത്തും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കുക. എന്നിട്ട് ഓരോന്നും പരിശോധിക്കുകയും ആ ഓരോന്നിനും അതേ സമയത്ത് അല്ലാഹുവിനോട് നന്ദി പറയുകയും ചെയ്യുക. പുലർച്ചെ എഴുന്നേറ്റ് ഒരു മനുഷ്യൻ അയാൾ പറയുന്നു, ഞാനിതാ ഇന്നലെ ഉറങ്ങാൻ കിടന്നതാണ്, എൻ്റെ കൂടെ ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും ഉറങ്ങാൻ കിടന്ന പലരും ചിലരെങ്കിലും എഴുന്നേറ്റിട്ടില്ല, അവർക്ക് എഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ല. നേരം പുലർന്നപ്പോ ഞാൻ സ്വന്തമായി തന്നെ കിടക്കയിൽ നിന്ന് പുറത്തേക്ക് എഴുന്നേറ്റ് വന്നിരിക്കുന്നു, പലർക്കും അതിന് സാധിച്ചിട്ടില്ല. ഇന്നലെ തന്നെ ഉറങ്ങാൻ കിടന്ന അതേ അവസ്ഥയിൽ മരണപ്പെട്ടു പോയ ആളുകൾ ഈ ഭൂമിയിലുണ്ടല്ലോ, ധാരാളം ആളുകൾ നമുക്ക് പരിചയമുണ്ട് അങ്ങനെ മരിച്ചുപോയ. അപ്പൊ അയാൾ പറയേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അയാൾ പറയേണ്ടത്, അല്ലാഹുവേ ഇന്നലെ കിടന്ന് ഇന്ന് എഴുന്നേൽക്കാൻ എനിക്ക് സാധിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് മുമ്പിൽ ഞാനിതാ സ്തുതി അർപ്പിക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ അമാതനാ വ ഇലൈഹി നുശൂർ എന്ന് പറയണം. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് അല്ലാഹ്. എന്താ കാര്യം? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ, ഞങ്ങളെ ജീവിപ്പിച്ചവനെ നിനക്കാണ് സർവസ്തുതിയും. ഞങ്ങൾ ഇതുവരെ ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ മരണാവസ്ഥയിൽ, മരിച്ചു കിടക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിൽ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ബഅദ അമാതനാ, ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾ ജീവിപ്പിച്ച നിനക്കാണ് സർവസ്തുതിയും. വ ഇലൈഹി നുശൂർ, നിന്റെ അടുത്തേക്കാണ് ഞങ്ങളുടെ മടക്കം. ഇങ്ങനെ പറയുന്നത് എപ്പോഴാ? നിറഞ്ഞ മനസ്സോടുകൂടി ആ ഉറക്കത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ഒരാള്, ഉറക്കത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുന്ന ഒരാൾ, അതിനെക്കുറിച്ച് ധാരണയുള്ള ഒരാൾ, അല്ലെങ്കിൽ നല്ല ഒരു ഉറക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിരിക്കുന്നു, ആ ഉറക്കത്തിന് ശേഷം ഉണർവും നൽകിയിരിക്കുന്നു, ഈ നേരം പുലരുമ്പോൾ എനിക്ക് സ്വയം എഴുന്നേൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആരോഗ്യവും അല്ലാഹു നൽകിയിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള ഒരവസ്ഥ അയാൾക്കുണ്ടാവുക. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്നത് നമുക്കറിയാലോ. ഭക്ഷണം സ്വന്തമായി കഴിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. നേരെ ചൊവ്വേ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, ഭക്ഷണം വായിലൂടെ കഴിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, ട്യൂബ് ഉപയോഗിച്ച് ജീവിതകാലം മുഴുവനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അനേകം ആളുകൾ, പലതരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ, ഇനി കഴിക്കുന്നത് തന്നെ വായിലൂടെ കഴിക്കാൻ പറ്റാത്തവർ, അത് സ്വന്തം ഇരുന്ന് അവനവന് തന്നെ കഴിക്കാൻ പറ്റാത്തവർ, അങ്ങനെ നിരവധി ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമിയിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാൻ എനിക്ക് കഴിയുന്നു എന്ന് പറയുമ്പോൾ
അവന്റെ വായിൽ നിന്ന്, അവന്റെ മനസ്സിൽ നിന്ന്, അവന്റെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ ഹൃദയത്തോടുകൂടി, നിറഞ്ഞ നന്ദിയോടുകൂടി അവൻ പറയുന്നു അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതിയാ. കാരണം എത്രയേറെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത്, എത്രയേറെ ആളുകൾക്ക് പണമുണ്ടായിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ചിലർക്ക് ആരോഗ്യമുണ്ടായിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ചിലർക്ക് സ്വന്തം ശരീരത്തിന്റെ തകരാറുകൾ കൊണ്ട്, ദൗർബല്യങ്ങൾ കൊണ്ട് സ്വയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, മറ്റു പലരും ഊട്ടിക്കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ എനിക്ക് ഈ ഭക്ഷണം എന്റെ മുമ്പിൽ എത്തിച്ച് അനേകം ആളുകൾ, ഒരു പക്ഷെ ലക്ഷക്കണക്കിന് ആളുകളുടെ അധ്വാനം കൊണ്ടുണ്ടായ ഈ ഭക്ഷണം, നമ്മൾ പറയും എന്റെ 100 രൂപ കൊടുത്തിട്ടല്ലേ ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതെന്ന്. പക്ഷെ ആ 100 രൂപ കൊടുത്ത് നമ്മൾ കഴിച്ച ഭക്ഷണം എത്രയേറെ കർഷകർ, അതിലുണ്ടായ ഓരോ വിഭവവും, ഒരു ഭക്ഷണത്തിന് നമ്മൾ കഴിക്കുന്ന ആ ഒരു നമ്മുടെ മേശപ്പുറത്തെത്തിയിട്ടുള്ള ഒരു ഭക്ഷ്യപദാർത്ഥം, അതെന്തായാലും ശരി, നൂറുകണക്കിന് ആളുകൾ, ഒരു പക്ഷെ ആയിരക്കണക്കിന് ആളുകളുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. നമ്മൾ ചിലവാക്കുന്ന 100 രൂപ മാത്രമല്ല അത്, മറിച്ച് ഇത്രയേറെ ആളുകളെ കൊണ്ട് ഈ ഭൂമിയിൽ പണിയെടുപ്പിച്ച് നമ്മുടെ മേശപ്പുറത്ത് ഈ ഭക്ഷണം എത്തിച്ചു തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് കഴിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ നമുക്ക് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന് നമ്മൾ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയുന്നു അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ, ഈ ഭക്ഷണം എനിക്ക് കഴിക്കാൻ നൽകിയ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, വറസഖനീഹി, എന്റെ ഉപജീവനമായി ഈ ഭക്ഷണം നൽകിയവനെ, മിൻ ഗൈരി ഹബ്ലിൻ മിനി വലാ ഖുവ, എനിക്കിത് നേടാനുള്ള ഒരു കഴിവുമില്ല, എനിക്കിതിനുള്ള യാതൊരു സൗകര്യവുമില്ല, ഒരു ശക്തിയുമില്ല. ഭക്ഷണം കഴിക്കാൻ സ്വയം വായ തുറക്കാൻ മനുഷ്യന് കഴിയുമോ? പല സന്ദർഭങ്ങളിലും അത് സംഭവിക്കുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ പലർക്കും ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വായ പോലും തുറക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് താഴേക്ക് ഇറങ്ങിപ്പോകുന്നില്ല, നമ്മുടെ അന്നനാളത്തിലേക്ക് ആ ഭക്ഷണം ഇറങ്ങുന്നില്ല. കാരണം പല പ്രയാസങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസങ്ങളൊക്കെ ഉള്ളവർക്ക് അത് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ മനസ്സ് നിറയണം. എന്താ നിറയേണ്ടത്? അല്ലാഹുവേ, എനിക്ക് വലിയ ആസ്തിയൊന്നും നീ നൽകിയിട്ടില്ല, വലിയ സമ്പത്തിന്റെ ഉടമയൊന്നുമല്ല ഞാൻ, വലിയ കോടാനുകോടി രൂപയുടെ ബാങ്ക് ബാലൻസ് ഉള്ളവനല്ല ഞാൻ, പക്ഷേ എന്റെ മുമ്പിലിരിക്കുന്ന ഭക്ഷണം അത് കഴിക്കാൻ, തൃപ്തിയോടുകൂടി കഴിക്കാനുള്ള കഴിവ് നൽകിയവനെ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ, ഈ ഭക്ഷണം നൽകിയ റബ്ബേ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, വറസഖനി, നീ എനിക്കിത് ഉപജീവനമായി നൽകിയല്ലോ, നിനക്കാണ് സർവസ്തുതിയും. വസ്ത്രം ധരിക്കുന്നവരോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വസ്ത്രം ധരിക്കുമ്പോ വസ്ത്രം സ്വയം ധരിക്കാൻ കഴിയുക ചില്ലറ പണിയൊന്നല്ല. വസ്ത്രം സ്വയം ധരിക്കാൻ കഴിയുക എന്നത്, വസ്ത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ചിലർക്ക് ആളുകൾക്ക് അവർക്ക് സ്വയം ധരിക്കാൻ കഴിയില്ല, കൈ പൊങ്ങൂല. അപ്പൊ അവനവന് തന്നെ വസ്ത്രം ധരിക്കാൻ കഴിയുന്നു, അവനവന് തന്നെ സ്വന്തം പണം കൊണ്ട് വാങ്ങി അത് ധരിക്കാൻ കഴിയുന്നു, അവനവൻ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ സാധിക്കുന്നു. അപ്പൊ എന്ത് പറയണം? അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സ്തുതി, അല്ലദീ കസാനി ഹാദാ തൗബ്, ഈ വസ്ത്രം എന്നെ ധരിപ്പിച്ച അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന. അപ്പൊ ഈ രീതിയില് ഓരോ മനുഷ്യനും അവനവന് ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിന് നന്ദിയുള്ള ഒരു മനസ്സിന് ഉടമയായി തീരുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നിറഞ്ഞ മനസ്സുള്ളവരാകുന്നത്. അപ്പോ ഇല്ലായ്മയെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആളുകൾ എത്രയുണ്ട്, എഴുന്നേറ്റ് സ്വയം നടക്കാൻ പറ്റാത്ത ആളുകളുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ വാഹനങ്ങളിൽ കയറി പോകുന്ന ആളുകളുണ്ട്. സാന്ദർഭികവശാൽ ഞാൻ പറയാം, നമ്മളെ പള്ളിയിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, പക്ഷേ ഈ വൈകല്യമുള്ളവർക്ക്, സ്വയം പള്ളിയിലേക്ക് വരാൻ പറ്റാത്തവർക്ക്, അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം കൊണ്ട് തന്നെ നമ്മളെ പള്ളിയിൽ കയറാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അത് നമ്മളെല്ലാ പള്ളിയിലും ഉണ്ടാക്കുന്ന ഒരു സൗകര്യമാണ്. നമ്മളെ കമ്മിറ്റിക്കാരെ കാര്യം ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വാഹനം പള്ളിയിൽ കയറ്റാൻ പറ്റാത്തതിന്റെ പേരിൽ അവർ പള്ളിയിലേക്ക് വരുന്നില്ല. നമ്മളെ ഹറമിലൊക്കെ പോയാൽ അവിടെ പ്രത്യേകം സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അവർക്ക് ഭിന്നശേഷിക്കാർക്ക് അവരുടെ വാഹനം ഓടിച്ചു തന്നെ അവർക്ക് അതിനുള്ളിൽ കയറി നമസ്കരിക്കാം. നമ്മളെ പല ആളുകളും ഒരുപാട് പണം പള്ളിക്ക് വേണ്ടി ചെലവാക്കുന്നുണ്ടെങ്കിലും ആ ഒരു സൗകര്യം നമ്മൾ പള്ളിന്റെ അകത്ത് ചെയ്യില്ല. ഇലക്ഷന്, തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് എല്ലാ ബൂത്തിന് മുമ്പിലും സൗകര്യം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ നമ്മളെ പള്ളികളിൽ ആ സൗകര്യം നമ്മൾ ഉണ്ടാക്കണം. കാരണം അതിനുവേണ്ടി ചെലവാകുന്ന പണം ഒരു നഷ്ടമല്ല. നമ്മൾ സഹോദരന്മാർക്ക് അവർ മനസ്സിന് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുക, അവർക്കും അതിനുള്ള സൗകര്യം ഉണ്ടാവണല്ലോ. അപ്പൊ ഇങ്ങനെ വാഹനങ്ങൾ ഓടിച്ച് മുച്ചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യേണ്ട അവസ്ഥ, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആൾക്കാർ ഈ ഭൂമിയിൽ ധാരാളമുണ്ട്.
അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള കാലിന്റെ ശക്തി, നമുക്ക് നൽകിയിട്ടുള്ള അവയവങ്ങളുടെ ശക്തി നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് എനിക്കൊന്നുമില്ല, എനിക്ക് അള്ളൊന്നും തന്നില്ല. ഇപ്പൊ ഈ അങ്ങാടിയിലൂടെ ഒക്കെ നടക്കുന്ന ആളുകള് അവര് അങ്ങാടിയിൽ തന്നെ കിടന്നുറങ്ങുന്നു. അവരുടെ വീടായിട്ട് അവർ ഉപയോഗിക്കുന്ന ചില കടത്തിണ്ണകള. നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ, നിങ്ങൾക്ക് അത്ര ധൈര്യം ഇവിടെ കിടക്കാൻ? എനിക്കൊന്നുമില്ല, എൻ്റെ അടുത്തൊന്നുമില്ല എന്നാ പറയാ. എൻ്റെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമാണ്. എന്താ ഇല്ലാത്തത്? നമ്മളെ ശരീരത്തിൽ ഓരോ അവയവം എടുത്താൽ അതിന്റെ ലക്ഷങ്ങളാണ് അതിന്റെ വില. ഇന്നത് വലിയ മാർക്കറ്റായി മാറിയല്ലോ. ഞാനത് അതിന്റെ മാർക്കറ്റിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമ്മളെക്കാൾ വലിയ പണക്കാരും സമ്പന്നന്മാരും വേറുണ്ടോ? നല്ല ആരോഗ്യമുള്ള ഒരു ഹൃദയമാണ് നമുക്കുള്ളതെങ്കിൽ, അതിന് യാതൊരു തകരാറുമില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ സമ്പന്നം വേറെ ആരാ? നമ്മുടെ കിഡ്നിക്ക് യാതൊരു കുഴപ്പമില്ലെങ്കിൽ ഒരു കിഡ്നി മാറ്റി വെക്കാൻ എത്ര റുപ്യ? നമ്മൾ അത്രയേറെ രൂപയുടെ മുതലാളിയാ. അപ്പൊ ഇങ്ങനെ ശരീരത്തിലെ നമ്മളെ ശരീരത്തിലേക്കൊന്ന് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അങ്ങേയറ്റത്തെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ആളുകൾക്ക് അവരെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് സ്വസ്ഥമായി എന്ന് പറയാ, അള്ളാഹുവെ ഈ കാലുകൾ നൽകിയ അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതിയും. ഈ കാലുകൾ ചലിക്കാൻ പറ്റുന്ന ഒരു കാല് നൽകിയ, ഈ രണ്ട് കാലുകൾ കൊണ്ട് എനിക്ക് ഭൂമിയിൽ എവിടെയും സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടല്ലോ, അത് നൽകിയ അള്ളാഹുവെ നിനക്കാണ് സ്തുതി. ഇനി കൈകളെ കുറിച്ച് ചിന്തിച്ചു നോക്കി. നിങ്ങൾ കൈ വിറയ്ക്കുന്നതിന്റെ പേരിൽ ഒന്നും എഴുതാൻ കഴിയാത്ത ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ആളുകൾ എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ തന്നെ പലരും ഇപ്പൊ എഴുതുന്നില്ല. ചോദിച്ചാൽ പറയണ്ട, അപ്പൊ കൈകൊണ്ടൊന്നും എഴുതാൻ പറ്റുന്നില്ല, പേന പിടിക്കാൻ പറ്റുന്നില്ല. പേന പിടിക്കുമ്പോൾ കൈ വിറച്ചു പോകുന്നു, ഉദ്ദേശിക്കുന്നിടത്ത് വരയ്ക്കാൻ സാധിക്കുന്നില്ല, എഴുതാൻ സാധിക്കുന്നില്ല. അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയണം എപ്പോ? അത്തരം ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. അപ്പൊ നമുക്ക് എഴുതാൻ കഴിയുന്നുണ്ടല്ലോ, നമ്മുടെ കൈകൾ ശക്തമാണല്ലോ. ഈ ശക്തമായ കൈകൾ നൽകിയ അല്ലാഹുവേ നിനക്കാണ് സ്തുതി എന്ന് നമ്മൾ പറയണം. അത് മനസ്സ് കെട്ടിയാൽ പോരാ, അത് നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലാഹുവേ ഈ കാലുകൾ നൽകിയ അല്ലാഹുവേ നിനക്കാണ് സ്തുതി, ഈ കൈകൾ നൽകിയ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അതുപോലെ നമ്മുടെ കണ്ണുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഈ ലോകത്ത് എത്രയേറെ ആളുകളാ കാഴ്ചശക്തി ഇല്ലാത്തവരായിട്ടുള്ളത്. ഈ ലോകത്ത് എത്രയേറെ ആളുകളാണ് കാഴ്ചശക്തി ഇല്ലാത്തവരായിട്ടുള്ളത്. ഈ ലോകത്തൊന്നാകെയുള്ള അന്ധന്മാരുടെ എണ്ണം 43 മില്യണാണ്. 43 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. 43 മില്യൺ ആളുകൾക്ക് കാഴ്ചശക്തിയില്ല നമ്മുടെ ലോകത്ത്. 43 മില്യൺ ആളുകളിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവെ നിനക്കാണ് സ്തുതി. കാരണം ഈ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തിയില്ലല്ലോ, എനിക്ക് എന്ത് യോഗ്യതയുള്ളത്? അവരെക്കാളും എന്ത് യോഗ്യത ഉണ്ടായിട്ടാ എന്റെ കാഴ്ചശക്തി അള്ളാഹു എനിക്ക് നൽകിയത്? അപ്പൊ ഇത്ര 43 മില്യൺ ആളുകൾക്ക് കാഴ്ചശക്തിയില്ല ഈ ലോകത്ത്. മാത്രമല്ല 338 മില്യൺ ആളുകൾക്ക് ഭാഗികമായോ പൂർണ്ണമായോ കാഴ്ചശക്തി ഇല്ല എന്നാണ്. 338 മില്യൺ എന്നാ എത്ര കോടി ആൾക്കാരാ? അത്രയേറെ ആളുകൾക്ക് കാഴ്ചശക്തിയില്ല. ഉണ്ടെങ്കിൽ തന്നെ പലർക്കും ഭാഗികമായ കാഴ്ചശക്തിയേ ഉള്ളൂ. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണ് ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ? അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണുകൾ നിങ്ങൾക്ക് നൽകിയില്ലേ? അല്ലാഹു ചോദിക്കുക, നൽകിയില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം, നന്ദി പറയണം. അല്ലാഹുവേ നീ കണ്ണ് നൽകിയിരിക്കുന്നു, നിനക്ക് നന്ദി. അത് പറയണം. അത് പറയാൻ എപ്പോ സാധിക്കുക? കണ്ണോടുള്ള ഗുണം അറിയുമ്പോഴാ. നമ്മൾ പറയും എന്ത് കണ്ണിന് ഇപ്പം ഇത്ര പ്രത്യേകത? ആ കാഴ്ചന്റെ കുറവ് കാരണം കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി നോക്കണം കണ്ണിന്റെ വില എത്രയാണ്. അപ്പൊ മനസ്സിലാവും. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യം അത് നിലനിർത്തി പെരുമാറാകട്ടെ. അപ്പൊ ഈ കാഴ്ചശക്തി ഒരു 15-20 കൊല്ലം മുമ്പ് എനിക്ക് കണ്ണടന്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ കണ്ണട വെക്കണം. നിങ്ങളെ നോക്കി എത്ര പ്രയാസമാണെന്നറിയാം കണ്ണട വെക്കുന്നത്. കാരണം നമുക്കൊരു സാധനം വായിക്കാൻ പറ്റില്ല. കണ്ണട എടുക്കാൻ മറന്നു വയ്ക്കണമെങ്കിൽ അന്നത്തെ കാര്യം ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് എന്റെ മുമ്പിൽ ഇരിക്കുന്ന പലർക്കും കാഴ്ചയുടെ പ്രശ്നമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണട വെക്കാതെ കാണാൻ പറ്റുന്ന അവസ്ഥ നൽകിയിരിക്കുക. എന്നിട്ട് ആ ഖുർആൻ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. നമ്മളെന്താ പറയാ, വല്ലാത്ത തിരക്കാന്ന് അല്ലെ? ഈ കണ്ണ് അള്ള നൽകിയിട്ട് അള്ള തന്നൊരു പുസ്തകം, ഒരു ഗ്രന്ഥം നമ്മളെ കയ്യിൽ തന്നിരിക്കുന്നു, കണ്ണും നൽകിയിരിക്കുന്നു. എന്നിട്ട് പറയാ ആ കണ്ണോട്ട് ഖുർആൻ വായിച്ചു നോക്ക്. നമ്മൾ പറയാ എനിക്ക് നേരമില്ല, എനിക്ക് മെസ്സേജ് നോക്കാൻ നേരമുണ്ട്, വാട്സപ്പ് നോക്കാൻ നേരമുണ്ട്, ഇൻസ്റ്റാഗ്രാം പരിശോധിക്കാൻ നേരമുണ്ട്, അതിനൊക്കെ നേരമുണ്ട്. പക്ഷെ ഖുർആൻ 5 മിനിറ്റ് നോക്കാൻ നേരമില്ല. കാരണം അള്ളാഹ് നൽകിയ കണ്ണാണെന്ന് ഓർമ്മല്ല. അതാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണ്ണ് നൽകിയിരിക്കുന്നു. ഈ ലോകത്ത് ജീവിക്കുന്ന
338 മില്യൺ ആളുകൾ കാഴ്ചയില്ലാത്ത കാഴ്ചന്റെ പ്രയാസം അനുഭവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കണ്ണ് നൽകിയിരിക്കുന്ന അല്ലാഹുവേ നിനക്ക് സ്തുതിയാണ്. കാരണം ഞാൻ പ്രത്യേകിച്ച് യോഗ്യത ഉണ്ടായതുകൊണ്ട് നൽകിയതല്ലോ, എന്നോട് പ്രത്യേക ഇഷ്ടം ഉണ്ടായതുകൊണ്ട് തന്നതല്ലോ. പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹം നിലക്ക് നമുക്ക് നൽകിയ ഈ കണ്ണ്. അതുപോലെ തന്നെ കേൾവി പ്രശ്നമുള്ള ആൾക്കാർ, കേൾക്കാൻ ശക്തിയില്ലാത്തവര്, ഒന്നും കേൾക്കണില്ല. ലോകത്ത് എന്തെല്ലാം ബഹളങ്ങളുണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, അവരൊന്നും കേൾക്കുന്നില്ല. 430 മില്യൺ ആളുകൾക്ക് കേൾവി ശക്തിയില്ല എന്നാ. ഈ ലോക ജനസംഖ്യന്റെ 5%, ലോക ജനസംഖ്യന്റെ ഏറെക്കുറെ 5% ആളുകൾക്ക് കേൾവിയേ ഇല്ല. അവരൊന്നും കേൾക്കണില്ല. അവരെ പിന്നിൽ വന്നൊരു സിംഹം അലറിയാതെ അവർ കേൾക്കൂല. ഒരു ആന ബഹളം ഉണ്ടാക്കിയാൽ അവർ കേൾക്കൂല. ഒരു വലിയ വാഹനം വന്ന് ഓണടിച്ചാൽ അവർ കേൾക്കൂല. കാരണം എന്താ? അവർ കേൾവി ശക്തിയില്ല. മെഡിക്കൽ കോളേജിൽ നിങ്ങൾ ഈ ഓഡിയോളജി ചെവി പരിശോധിക്കുന്ന സ്ഥലമുണ്ട്, കേൾവി പരിശോധിക്കുന്ന സ്ഥലം. അവിടെ കുറെ മൃഗങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് പരിശോധിക്കാൻ ഞാൻ ആരോ പറയും, നിങ്ങൾക്ക് ഈ മൃഗത്തിന്റെ ശബ്ദം കേൾക്കൂല, ഈ മൃഗത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കൂല. നിങ്ങൾ കാട്ടിൽ പോയാൽ നിങ്ങളെ കാര്യം ബുദ്ധിമുട്ടാണ്, നിങ്ങൾ റോഡിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഈ വാഹനങ്ങളുടെ ശബ്ദമൊന്നും നിങ്ങൾ കേൾക്കൂല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കേൾവി ശക്തിന്റെ ആ ഗൗരവത്രയാ. അള്ളാഹു നമുക്ക് നൽകിയ കേൾവി ശക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോഴാണ്. അതാ ഖുർആൻ പറഞ്ഞാലും നിങ്ങൾക്ക് 2 കണ്ണ് നൽകിയില്ലേ, വലിസാനൻ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു ചുണ്ട് നൽകി, നാവ് നൽകിയില്ലേ, വശപ്പത്തെയും 2 ചുണ്ടുകൾ നൽകിയില്ലേ. മനുഷ്യന്റെ സകല പുരോഗതിയുടെയും ബേസ് ഈ സംഗതികളാണ്. മനുഷ്യന്റെ എല്ലാ പുരോഗതിന്റെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കണ്ണും ചുണ്ടുകളാണ്. അല്ല, ഈ സംസാരിക്കാനുള്ള കഴിവ് ലോകത്ത് മറ്റു ജീവികൾക്കൊന്നും ഇല്ലാത്ത ഒരു കഴിവ് അല്ല നമുക്ക് നൽകിയത് സംസാരശേഷിയാണ്. അപ്പൊ നമ്മൾ കാണാൻ സാധിക്കുന്നു, അതുവഴി നമുക്ക് ആളുകളോട് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു. അങ്ങനെയാണ് ഇവിടെയുള്ള സകല സംവിധാനങ്ങളും ഉണ്ടായത്, സകല വളർച്ചയും ഉണ്ടായത്, നമ്മുടെ പുരോഗതി ഉണ്ടായത്, നമ്മുടെ വിദ്യാഭ്യാസം ലഭിച്ചത്, നമ്മൾ പല സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ വകയായി നൽകുമ്പോൾ, സഹോദരന്മാരെ സഹോദരികളെ, നമ്മൾ ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ച് ബേജാറാവണം. ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് തലമുണ്ടാക്കി ഇങ്ങനെ ജീവിക്കുക. എനിക്കതില്ലല്ലോ. എൻ്റെ വീട്ടിനടുത്ത്, എൻ്റെ വീടിനടുത്തുള്ള അനേകം ആളുകള് വീടില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്കറിയാം, ഞാൻ താമസിക്കുന്ന ഭാഗത്തൊക്കെ പല കുട്ടികളും ഇക്കൊല്ലം ഈ സ്കൂളിലായിരിക്കും, അടുത്തത് വേറെ സ്കൂളിലായിരിക്കും. എന്താ പ്രശ്നം? അതിങ്ങനെ കുട്ടികളെയും ഭാര്യനെയും മക്കളെയും ആ വീട്ടിലുള്ള ഉപകരണങ്ങളുമായിട്ട് ഇങ്ങനെ പോവുക ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക്. കാരണം അവർ 11 മാസം കഴിഞ്ഞാൽ വീട് ഒഴിഞ്ഞു കൊടുക്കണം, വാടക വീട്ടിൽ താമസിക്കുക. എനിക്ക് 4 സെന്റ് സ്ഥലവും ഒരു വീടുണ്ടെങ്കിൽ ഞാൻ അള്ളാഹിനോട് പറഞ്ഞു, അൽഹംദുലില്ലാ അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. കാരണം ഈ ആളുകള്, ഇത്രയേറെ ആളുകൾ കുട്ടികൾക്ക് മര്യാദക്ക് സ്കൂളിൽ പോലും പഠിക്കാൻ പറ്റാത്ത രീതിയിൽ, മര്യാദക്ക് മദ്രസയിൽ പോലും പോകാൻ പറ്റാത്ത രീതിയിൽ, ഒരു സ്ഥിരതാമസം കഴിയാത്ത രീതിയിൽ ഇവർ പ്രയാസപ്പെടുമ്പം എനിക്ക് നീ നൽകിയിട്ടുള്ള ഈ 4 സെന്റ് ഭൂമിയും ഈ കൊച്ചു വീടും അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. എന്താ സഹോദരന്മാരെ സഹോദരികളെ, നമ്മുടെ രാത്രികളെ നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് നിറയ്ക്കാൻ സാധിക്കണമെങ്കിൽ, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പും എഴുന്നേറ്റാലും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാൻ സാധിക്കണമെങ്കിൽ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യാലസ് സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ പള്ളിയിലേക്ക് ധൃതിപ്പെട്ട് വരണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ചിന്തകൾക്ക് ഉണ്ടാവണം, എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. അള്ളാഹ് എനിക്ക് കണ്ണു തന്നിരിക്കുന്നു, അള്ളാഹ് എനിക്ക് കേൾക്കാനുള്ള ശക്തി നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ബാധ്യസ്ഥനാണ് അള്ളാഹിന്റെ പള്ളിയിലേക്ക് ഉടനെ ചെല്ലണം. എന്റെ മറ്റ് ബിസിനസ് ഒക്കെ പിന്നെയാണ്. കാരണം അള്ളാഹ് കണ്ണ് നൽകിയ അള്ളാഹ് വിളിക്കുന്നു, കണ്ണ് നൽകിയ അള്ളാഹ് അതാ വിളിക്കുന്നു. നിങ്ങൾ ഒരു ബസ്സിൽ സീറ്റ് തന്നാലേ, ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ദീർഘദൂര ബസ്സിലേക്ക്, കുന്നുമല കോഴിക്കോട് നിന്ന് കൊയിലാണ്ടിയിലേക്ക് ഞാൻ ബസ് കയറുമ്പോൾ ഞാനിങ്ങനെ നിന്ന് കുറച്ചങ്ങനെ ദൂരം പോകുമ്പോൾ എനിക്കെന്നെ തോന്നുന്നു, ഒരു സീറ്റ് ഇട്ടാൽ നന്നായിരുന്നു. ഒരു സീറ്റ് ഒരാൾ തന്നാൽ അയാൾ സീറ്റ് ഇട്ടാ, അയാൾ ഞാൻ ഒരേ പൈസ തന്നെ കൊടുത്ത്, അയാൾ ആദ്യം കയറിയപ്പോൾ അയാൾക്ക് സീറ്റ് കിട്ടി, അയാൾ സീറ്റൊന്നല്ല. എന്നാൽ പോലും അയാൾ ആ സീറ്റൊന്നും എനിക്ക് ഒഴിഞ്ഞെന്നാൽ എന്തോ ഒരു സന്തോഷമായിരിക്കും. വരുന്നത് വരെ ഞാൻ അയാളോട് നന്ദിയോടുകൂടി ഇരിക്കുള്ളൂ, അല്ലെ? അത്രക്ക് നന്ദി ബോധമുള്ള നമ്മള് അള്ളാഹ് നൽകിയ ഈ കണ്ണിനും കാതിനും ഈ കൈകൾക്കും കാലിനും എന്ത് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്? സഹോദരന്മാരെ സഹോദരികളെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണം. ഇമാം ദഹബി റഹ്മഹുല്ലാ പറയുന്നുണ്ട്, അദ്ദേഹം പറയാണ്, ഒരു യാത്രക്കാരൻ, അയാളൊരു മരുഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം അയാള് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ടെന്റ് കാണുക. ആ ടെന്റിലേക്ക് അയാള് പാർത്തു നോക്കുകയാണ്. ആ മനുഷ്യൻ, അവിടെ ഒരു വൃദ്ധൻ കിടക്കുന്നു. അയാളുടെ കൈകൾ ചലനമറ്റ് കിടക്കുക, അയാളുടെ കൈകളൊന്നും ഇളകുന്നില്ല.
കാലുകൾ ഇളകുന്നില്ല, അയാൾക്ക് എഴുന്നേൽക്കാനൊന്നും പറ്റുന്നില്ല. എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനീ അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. കാരണം അല്ലദീ ഫദ്ദലനീ, നീ എന്നെ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു, നീ എന്നോട് അങ്ങേയറ്റം ഔദാര്യം കാണിച്ചിരിക്കുന്നു. അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ, നീ സൃഷ്ടിച്ച അനേകായിരം ആളുകൾക്ക് നൽകാത്ത ശ്രേഷ്ഠത നൽകിയ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും എന്ന് ഇയാൾ കണ്ടിട്ട് എന്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് എന്താ അള്ളാഹ് നൽകിയത്? നിങ്ങൾക്ക് എന്ത് കഴിവാണ് നൽകിയത്? എന്ത് പതിലാ അല്ലാഹു നിങ്ങൾക്ക് നൽകിയത്? എന്ത് ശ്രേഷ്ഠതയാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയത്? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ പിന്നിലെ ഉദ്ദേശം? സ്വാഭാവികമായിട്ട് ചോദിക്കണല്ലേ. കയ്യും കാലം അനങ്ങാതെ മറന്നു കിടക്കണ മനുഷ്യൻ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ചോദിക്കല്ലോ, എന്താ അപ്പം കിട്ടിയത്? ഞാൻ അവിടെ എഴുന്നേറ്റ് അടക്കാൻ പറ്റുന്നവനാ, കയ്യും കാലുള്ളവനാ, കണ്ണുള്ളവനാ, ചെവിയുള്ളവൻ, എല്ലാ സൗകര്യങ്ങളുമായിട്ട് ഞാനത് വല്ലാതെ പറയുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്താ ഇത് പറയാൻ കാരണം? അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? മോനെ, നിനക്കറിയോ എന്റെ കൈകൾ ചലനമറ്റ് കിടക്കുക, ശരിയാ, എന്റെ കാലുകൾക്കും ചലനശേഷിയില്ല എന്നത് ശരിയാ. പക്ഷേ നിനക്കറിയോ, ഈ ലോകത്തൊന്നാകെ ബുദ്ധിഭ്രംശം വെച്ച് ബുദ്ധിക്ക് തകരാറുണ്ടായ ആയിരക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബുദ്ധിക്ക് കുഴപ്പമുള്ള ആൾക്കാർ, ബുദ്ധിയില്ലാത്ത നമ്മളാരെങ്കിലും ഈ കോഴിക്കോട് സിറ്റിയിൽ മാനസിക രോഗമുള്ള ആളുകളെ താമസിപ്പിക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, കേട്ടിട്ടുണ്ടാവും. ആ ഹോസ്പിറ്റലിലൂടെ ഇങ്ങനെ നടക്കണം, നിർബന്ധമായിട്ടും പോകണം. നമ്മളൊന്ന് പോയി നോക്കണം. അതിനോട് കയറിയാല് അവിടെ 15 വയസ്സുള്ള കുട്ടികളും 16 വയസ്സുള്ള കുട്ടികളും അതിനേക്കാൾ ചെറിയവരും മുതിർന്നവരും ഒക്കെ, പെൺകുട്ടികളും ആൺകുട്ടികളും അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും ധാരാളമായിട്ട് ആ ഹോസ്പിറ്റലിലുണ്ട്. നമ്മൾ പോയി നോക്കണം. അവർ നമ്മളോട് കാണിക്കുന്ന ആംഗ്യങ്ങൾ, അവർ നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ മനസ്സിന്റെ പ്രയാസങ്ങൾ, അവരുടെ കൂടെ നിൽക്കുന്നവരുടെ കുടുംബക്കാരുടെ പ്രയാസങ്ങൾ പരിശോധിച്ച് നോക്കണം. ഇതാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ജീവിക്കുന്ന അനേകം ആളുകൾ, ബുദ്ധിക്ക് തകരാറുള്ള ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ എന്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പം അല്ലാഹ് ഉണ്ടാക്കിയില്ലല്ലോ. എന്റെ കൈകൾക്കല്ലേ തളർച്ചയുള്ളൂ, എന്റെ കാലുകൾക്കല്ലേ തളർച്ചയുള്ളൂ, എന്റെ ബുദ്ധിക്ക് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനീ അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ദീലാ, നീ സൃഷ്ടിച്ച അനേകം ആളുകളിൽ അല്ലാഹുവേ എന്നെ ശ്രേഷ്ഠനാക്കി നിനക്കാകുന്നു സർവസ്തുതിയും. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുകയും ആ അനുഗ്രഹങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞ് അല്ലാഹുവിനോട് നന്ദിയുള്ളവരാവുകയും, അല്ലാഹുവേ നിനക്ക് നന്ദിയുണ്ട്, കാരണം നീ എനിക്കിത് നൽകിയവനാകുന്നു, നിനക്ക് നന്ദിയുണ്ട് എന്ന് ആവർത്തിച്ച് നമ്മൾ പറയണം. അങ്ങനെ പറയുമ്പോഴുള്ള ഗുണം എന്താ അറിയോ? ഒന്നാമത്തെ ഗുണം, നമുക്ക് ഇല്ലായ്മയെ കുറിച്ചുള്ള വിഷമം ഒഴിവായി കിട്ടും. നമുക്ക് ഇല്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടല്ലോ. അപ്പൊ ഒരു ആളെ കണ്ട്, എന്റെ ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഗവൺമെന്റ് ജോലി ഒരാൾ കിട്ടിയ സന്തോഷമുള്ളവനായിരിക്കും അവന. പലരെയും ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ജോലിയായിട്ട് ബന്ധപ്പെട്ട്? എനിക്ക് ഇവിടെ എത്തേണ്ടതാ, ഞാൻ ഈ LP സ്കൂളിലെ മാഷൊന്നും ആകേണ്ട ആളല്ല, എനിക്ക് സെറ്റൊക്കെ പാസ്സായി, എനിക്ക് ചുരുങ്ങിയതൊരു ഹയർ സെക്കൻഡറിയിലെങ്കിലും കിട്ടേണ്ടതാ. കിട്ടിയായിരുന്നു, പക്ഷെ ആ സമയത്ത് തൽക്കാലം ഒരു നിയമനം നടക്കാത്തതിന് എനിക്ക് നഷ്ടപ്പെട്ടു പോയതാ. ഞാൻ ഇന്നും ആ വേവലാതിയിലാണ്. മോന് കിട്ടിയ ഗവൺമെന്റ് ജോലി, ഓന് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക, നല്ല ശമ്പളവും വാങ്ങണ്ട്, എന്നിട്ട് മോൻ ഹയർ സെക്കൻഡറി കിട്ടാത്തതിന്റെ സങ്കടത്തിലാണ്. ഇങ്ങനെ ഓരോരുത്തരും, എത്ര വലിയ പണക്കാരനും ചിന്തിക്കുന്നത് അതിനേക്കാൾ അപ്പുറം കിട്ടണമെന്നാ, കുറച്ചുകൂടി കിട്ടണം. 10 കിട്ടുവിൽ 100 മതിയെന്നും ശതമായും സഹസ്രം മതി എന്ന് പണ്ട് നമ്മൾ കേട്ട് പഠിച്ചൊരു കവിതയാണല്ലോ. അതുപോലെ 10 കിട്ടണം വിചാരിക്കാൻ 100 കിട്ടണം, എന്നാലേ സന്തോഷം ഉണ്ടാവുള്ളൂ. 100 കിട്ടണം വിചാരിക്കണതേ 100 കൊണ്ട് കാര്യമില്ല, 1000 വേണം, 10,000 വേണം ചിന്തിക്കാം. ഇനി അങ്ങനെ ഇട്ടെന്ന് വിചാരിച്ചോ, ഒന്നുകൊണ്ട് സന്തോഷം ഉണ്ടാവും? ഉണ്ടാവില്ല. കാരണം പിന്നെ അപ്പുറത്തേക്ക് ചിന്തിക്കും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവന്റെ ആർത്തി അവസാനിക്കൂല. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മളെ മനസ്സ് സന്തോഷത്തോടു കൂടി നിൽക്കാനും ഉള്ള സന്തോഷത്തിൽ നന്ദി രേഖപ്പെടുത്താൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, അല്ലാഹ് നിനക്ക് നൽകിയിട്ടുള്ള നിഅമത്ത് അത് നീ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക, അതിന് എടുത്തു പറയുന്നത്, എടുത്തു പറയുമ്പോഴേ ബോധം ഉണ്ടാവുള്ളൂ. അല്ലാഹ് എനിക്ക് നൽകിയപ്പോ ഒഴിഞ്ഞിരുന്നിട്ട് ഒഴിവുള്ള സമയങ്ങളിലെ പള്ളിയിലോ വീട്ടിലോ എവിടെയെങ്കിലൊക്കെ സ്വകാര്യമായിരുന്നിട്ട് നമ്മളിങ്ങനെ ഓർത്തെടുക്കാം. അല്ലാഹ് നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്തെടുത്തിട്ട് എഴുതി വെക്കാം. നമ്മൾ
എഴുതി വെച്ചിട്ട് നമ്മൾ ഓരോന്നും പറയും, അല്ലാഹുവേ എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ, എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ മറ്റുള്ള സൗകര്യങ്ങൾ, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത, എൻ്റെ സ്ഥലം, എൻ്റെ ഭൂമി, എൻ്റെ ബാങ്കിലെ അക്കൗണ്ടുകളിലെ പണം, ഇതെല്ലാം നീ എനിക്ക് നൽകിയല്ലോ അല്ലാ. അപ്പോ അല്ല തരാത്തതിനെ കുറിച്ചുള്ള വല്ലാത്ത ബേജാറുണ്ടാവില്ല. എല്ലാവരും ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാതെ ഉള്ളതിനെ കുറിച്ച് ചിന്തിച്ച് തൃപ്തിയുള്ള മനസ്സോടുകൂടി നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരാകാം. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് ചെയ്യും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടുള്ള പോലെ നിങ്ങളോട് ഓരോരുത്തരും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മളെ ഈ പ്രദേശത്തെ പറ്റിയുള്ള വലിയ ധാരണയൊന്നും എനിക്കിപ്പോഴും ആയിട്ടില്ല. നമ്മളെ പള്ളിയിൽ വരുന്ന ആരാണ്, ഏത് തരം ജോലിക്കാരാണ്, തിരക്കുള്ളവരാണോ തിരക്കില്ലാത്തവരാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഈ ജുമാ തുടങ്ങുന്ന സമയത്ത് പള്ളിയിൽ 3-4 സഫ് ആൾക്കാരെയാണ്, ബാക്കിയൊക്കെ പിന്നെ വരുന്നതാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളോട് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പള്ളിക്ക് എത്തും. കാരണം എന്താ, അള്ളാഹുവിനോടല്ലാണ്ട് വേറെ ആരോടാ കൂട്ടരെ നന്ദി പറയാനുള്ളത്? അള്ളാഹ് അല്ലാതെ നമുക്ക് ആരാ വേറെ എന്തെങ്കിലും തന്നത്? വേറെ ആരെങ്കിലും എന്താ തന്നിട്ടുണ്ടോ? നമ്മൾ ഒരു ജോലി, ഇപ്പൊ ചിലപ്പോ ഞാനൊരു ഓഫീസിൽ ജോലി ചെയ്യാം, അവിടെ കിതച്ചോടി വരുന്ന ജോലിക്കാരെ കാണാം. ആ ഓഫീസിലെത്തും, തൊട്ടടുത്ത ഓഫീസുകളിലൊക്കെ ഒരു 10 മണിയുള്ളത് 10, 2, 3 ഒക്കെ ആയാല് വല്ലാതെ ബേജാറോടുകൂടി ലിഫ്റ്റ് കയറിയിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാൻ, ഫോൺ ചെയ്തിട്ട് ഇപ്പം ഒരു 30-31 വിളിക്കാൻ ആൾക്കാർ. ഞാൻ വിചാരിച്ചു ഇവരെന്താ കൊടുക്കുന്നത്? ഏറെ കൊടുക്കേണ്ട ഒരു ദിവസം, ഏറെ 1000 ദിവസം കൊടുക്കേണ്ടാവും ശമ്പളം. അതിനോടുള്ള കൂറായി കാണിക്കുന്നത് എന്ത്? ഒരു മിനിറ്റ് നേരം ഇയാളുടെ ടെൻഷൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയാ തന്നത്? വല്ല കണക്കുണ്ടോ? നിങ്ങൾക്ക് അള്ളാഹു നൽകിയ നിഅമത്ത് എണ്ണാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരു കണക്കും കിട്ടൂല എന്നാ. ഓക്സിജൻ എത്ര സ്പീഡിലാണ് നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഡൽഹിയിൽ പോയിട്ട് ചില പ്രദേശങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടൂല. ഓക്സിജൻ പാർലറിൽ കയറണം ഓക്സിജൻ ശ്വസിക്കാൻ. അള്ളാഹു നമുക്ക് നൽകിയ ഫ്രീ ആയിട്ട് കിട്ടിയ സാധനമായി ഓക്സിജൻ എത്ര കാലം എന്നറിയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ അള്ളാഹ് നൽകിയ ഈ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും നമ്മൾ ഉണ്ടാകുക. അതല്ലാതെ അന്നേരം വീട്ടിലാരെങ്കിലും ഒരു മീമായി കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ നീ പിന്നെ വാങ്ങാൻ പോണേ, കാരണം അള്ളാഹ് എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തേണ്ട സമയം, നീ നമുക്ക് പിന്നെയും കൂട്ടാം എന്ന് പറയാൻ തോന്നും. അല്ല, അങ്ങനെ ഓരോ കാര്യവും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഒഴിഞ്ഞിട്ട് ചിന്തിക്കണം. അപ്പോഴാണ് ഈ ഇബാദത്തിന് പെർഫെക്ഷൻ ഉണ്ടാകുക. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇഹ്സാൻ ഉണ്ടാകുക. അതായത് നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. അള്ളാഹിനോടുള്ള കടപ്പാട്, തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത് എന്നിടത്തൊക്കെ നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ ഇബാദത്ത് പരിപൂർണമാകുന്നതും ഇത് സ്വമേധയാ ചെയ്യാനൊരു ഇഷ്ടം ഉണ്ടാകും. അള്ളാഹു തീരുമാനമാകട്ടെ. അതുപോലെ 1-2 കാര്യങ്ങൾ അറിയിക്കാനുള്ളത്, നമ്മളെ പള്ളിയിൽ നമ്മുടെ ഇവിടെ വെച്ചിട്ട് ഈ മയ്യത്ത് പരിപാലനം നമുക്കൊക്കെ ആശങ്കയുള്ള ഒരു സംഗതിയാണ്. മരണം കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയാ. ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞു, ഈ മരണത്തെ കുറിച്ചൊന്നും ഇപ്പൊ പറയണ്ട എന്ന് പറയും. അപ്പൊ മരിക്കാന്നുള്ളത് പല കുട്ടികളും നടക്കുന്ന കാര്യമാണ്. മിക്കവാറും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ മരണം. നമ്മളെ വീടുകളിലൊക്കെ പലരും നമ്മളെ ബന്ധുക്കളോ അയൽപക്കത്തൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. ആരും ഇല്ലാത്ത വീട്ടില്, പ്രത്യേകിച്ച് ഇപ്പൊ ഗൾഫ് ഏരിയ ഒക്കെ ആയതുകൊണ്ട് പല വീടുകളിലും ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ വിളിക്കുക, നിങ്ങൾ ഈ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളല്ലേ, ഒന്നുകൂടെ വന്നോളൂ, ഇതാ ഇവർക്കെന്തോ അസുഖം കാര്യമായിട്ടുണ്ടായിട്ടുണ്ടോ എന്ന് വരിയെന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് അങ്ങോട്ട് ചെല്ലാൻ പേടിയാവും. കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ, ഈ മരിക്കുന്ന ഒരാളെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയണ്ടേ. അപ്പൊ മയ്യത്ത് പരിപാലനം എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മളെ ഈ ഇർഷാദ് കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ ഈ ഞായറാഴ്ച 4 മണിക്ക് ഇവിടെ വെച്ചിട്ട് ഒരു മയ്യത്ത് പരിപാലന പ്രായോഗിക ക്ലാസ്സാണ്. എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കല്ല, പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും എങ്ങനെയാണ് ഒരു മയ്യത്ത് പരിപാലിക്കേണ്ടത്. മരണം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഓരോ കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇവിടെ വിശദീകരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച 4 മണിക്ക് കഴിയുന്ന പരമാവധി എല്ലാവരും എത്താൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇന്നിവിടെ നടക്കുന്ന ഒരു കലക്ഷൻ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. നമ്മളെ കേരളത്തിൽ പല പ്രദേശങ്ങളിലും മഴക്കെടുതി വളരെ രൂക്ഷമാണ്. പത്തനംതിട്ട, കൊല്ലം, കോട്ടയം ഭാഗത്തൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ് നമ്മൾ ആളുകൾ.
കഴിഞ്ഞ ദിവസം ഞാൻ അവിടുത്തെ കുറച്ച് പ്രവർത്തകരെ വിളിച്ചിരുന്നു. അവർ പറഞ്ഞത് 100-ലധികം കടകൾ നശിച്ചുപോയി എന്ന്. കോടിക്കണക്കിന് രൂപന്റെ നഷ്ടം ഈ കടക്കാർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം അതുപോലെ വീടുകൾ തകർന്നു പോയി പിക്ചറിൽ കാണുന്നതാണ്. അപ്പൊ അത്തരം പ്രയാസങ്ങൾ പരിഹരിക്കാൻ KNMന്റെ നേതൃത്വത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു കലക്ഷൻ നടത്തുന്നത് ഇന്ന് ഈ വെള്ളിയാഴ്ച. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കഴിവിന്റെ പരമാവധി എത്രയാണോ ചെയ്യാൻ പറ്റുക അത്രയും നിങ്ങൾ അതിനോട് സഹകരിക്കുക. ആ റിലീഫ് ഫണ്ടിലേക്ക് വേണ്ട സഹായം നിങ്ങൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുപോലെ ചില സഹോദരന്മാർ അസുഖം ബാധിച്ച് പ്രയാസത്തിലാണ്, ഹോസ്പിറ്റലിലും വീട്ടിലൊക്കെ ആയിട്ട് കഴിയാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين وصلى الله على محمد وعلى آله وسلم.